പ്രതിഷേധം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസും KSU ഉണ്ടായിരുന്നു. അവരാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്ന് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള അക്രമം സംഘടിപ്പിച്ചത്. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും കൂടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ കടന്നാക്രമിച്ച് റീത്ത് വെച്ചിരുന്നു. ഇപ്പോൾ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അവരിതിൻ്റെ ഭാഗമായിട്ട് ഉന്നം വെക്കുന്നത്. അതിക്രൂരമായ ഈ കടന്നാക്രമത്തെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് വനിതാ മന്ത്രിയെ തന്നെ കടന്നാക്രമിക്കുന്ന നിലയാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനിതകളും യുവാക്കളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം, പ്രതിഷേധ പ്രവർത്തനങ്ങൾ, പരിപാടികൾ കേരളത്തിലുടനീളം നടത്തണം എന്നിപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ രീതിയിലാണ് ജനങ്ങൾ ഈ കടന്നാക്രമത്തെ പ്രതിരോധം തീർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നത് എന്ന കാര്യവും വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമെതിരായി പല മേഖലയിലും ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ ത്രിപുരയൊക്കെ എടുത്ത് പരിശോധിച്ച് ഇതേ രീതിയാണ് അവിടെയും തുടങ്ങിയത്. ജനപ്രതിനിധികളെ കടന്നാക്രമിക്കുക, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക, മന്ത്രിമാരെ കടന്നാക്രമിക്കുക, ഇതായിരുന്നു അവിടെയും എല്ലാം കണ്ട കാഴ്ച. ബംഗാളിലും അത് തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ തലത്തിലേക്ക് ഈ കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തും ചെയ്യുന്നതിന് മടിയില്ലാതെ കുറേ ക്രിമിനലുകളെ രാഷ്ട്രീയമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല, രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ അവർക്കാവില്ല, UDF-ന് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല രാഷ്ട്രീയമായിട്ട്. അപ്പോൾ കടന്നാക്രമിക്കുക, കൊല്ലുക എന്ന രീതിയിലുള്ള ജോലിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും UDF-ഉം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ അതിശക്തിയായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരും. നല്ല രീതിയിൽ ജനങ്ങളാകെ ജനാധിപത്യപരമായ രീതിയിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങളെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും വേണം എന്നാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം അവർ തന്നെ എങ്ങനെ ആരൊക്കെ അറിവാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഏതായാലും കോൺഗ്രസ് അറിയാതെ നടക്കില്ല, അതാണ് കാര്യം. അതിലിപ്പം ഓരോ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ റീത്ത് വെച്ചത്. ആ റീത്ത് വെച്ചതിനെ കൃത്യമായിട്ട് അവർ അപലപിച്ച് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ല. അപ്പോൾ നേരത്തെ ബോധപൂർവം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യം നടക്കുന്നത്. KSU ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? അല്ല, ആരെങ്കിലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കുമോ? അതാണ് KSU, അതാണ് കോൺഗ്രസ്, അതാണ് VD സതീശൻ. കളവ് എന്തെല്ലാം പറയാൻ പറ്റുമോ അത് മുഴുവൻ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നുണജാഥ എന്ന് വെറുതെ പറഞ്ഞല്ല, അതാ കാര്യം. എന്ന് പറഞ്ഞാൽ ഇതെന്തും പറയാം, യാതൊരു തരത്തിലുള്ള കൂസലില്ലായ്മ